നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 50 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 അറിയിപ്പുകൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് ലഭിക്കേണ്ട പെൻഷനെ സംബന്ധിച്ചാണ്. ഏപ്രിൽ മാസം കൂടി പിന്നിട്ടപ്പോൾ തന്നെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്. 8000 രൂപയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷേ സർക്കാരിന് ഇത്രയും തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ 2 മാസത്തെ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ ആനുകൂല്യം ലഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും ഈസ്റ്റർ വിഷു പശ്ചാത്തലങ്ങളിൽ ആനുകൂല്യം വിതരണം ചെയ്തതിന് ശേഷം പിന്നീട് വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ മെയ് മാസം ആദ്യ ആഴ്ചകളോടെ തന്നെ നമുക്ക് 2 മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കടമെടുക്കലും അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് 2000 കോടി രൂപ ഈ പെൻഷന് വേണ്ടി തന്നെ സർക്കാർ കടമെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു. ഈ തുക നമ്മളുടെ ധനവകുപ്പിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തുക ബന്ധപ്പെട്ട പെൻഷൻ കമ്പനിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ വിതരണം ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കുകയുള്ളൂ. 2 മാസത്തെ എന്ന് പറയുമ്പോൾ ഡിസംബർ ജനുവരിയിലേക്കായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ആനുകൂല്യം ഇപ്പോൾ നമുക്ക് പെൻഡിങ്ങിലാണ് 5 മാസത്തെ. അതിൽ 2 മാസം നൽകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതും മെയ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിലോ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അധികൃതർക്ക് കൃത്യമായിട്ട് ഒരു അറിയിപ്പ് ലഭിക്കില്ല. ഇത് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ക്രമീകരണങ്ങൾ ചെയ്ത ശേഷമാണ് ഈ വിതരണ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. ഇനി ഈ പെൻഷൻ വിതരണവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ പ്രത്യേക ചർച്ചകളോ അല്ലെങ്കിൽ ഇതിന് മുൻഗണന നൽകണമെന്നൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം ഈ പെൻഷൻ വിതരണമൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ വാർഷിക മസ്റ്ററിങ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് സംശയങ്ങളുണ്ട്. എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മാസമൊക്കെ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതാണ്. അതായത് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയ. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ സജ്ജീകരണം കഴിഞ്ഞ വർഷങ്ങൾ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ധൃതി പിടിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വർഷത്തെ മസ്റ്ററിങ് ചെയ്തില്ല എന്ന് കരുതി നമുക്ക് ആനുകൂല്യമൊന്നും തടയാൻ പോകുന്നില്ല. സർക്കാർ കൃത്യമായിട്ട് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച തീയതികൾ പ്രഖ്യാപിക്കും. ഇതുവരെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. വാർഷിക മസ്റ്ററിങ് ഉണ്ടോ എന്ന കാര്യങ്ങളിലും കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ 2023 നമ്മൾ ചെയ്തിട്ടുള്ള മസ്റ്ററിങ്ങിനൊക്കെ ആനുപാതികമായിട്ട് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ നമുക്ക് പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് ലഭ്യമായിരിക്കും അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മസ്റ്ററിങ്ങോ എന്ന് പറഞ്ഞ കാര്യങ്ങളാൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. തീയതികൾ ആയിട്ടില്ല അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ അതും 60 വയസ്സിൽ താഴെയുള്ളവരാണ്. അത് സമർപ്പിക്കാൻ വിട്ടുപോയിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം താൽക്കാലികമായിട്ട് തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കാരണത്താലാണ് എന്നൊരു പക്ഷേ നമുക്ക് സംശയമുണ്ടാകാം. സ്റ്റാറ്റസൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അന്വേഷിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പെൻഷൻ ഏതെങ്കിലുമൊക്കെ ഗഡു മുടങ്ങിപ്പോയിട്ടുള്ളവരോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് സേവനയുടെ പെൻഷൻ സൈറ്റിൽ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. നമ്മൾ ഓരോ കാര്യങ്ങൾ രേഖകളൊക്കെ സമർപ്പിച്ച തീയതികൾ അല്ലെങ്കിൽ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ, നമുക്ക് പെൻഷൻ തുക വിതരണം നടത്തിയിട്ടുണ്ടോ, ഏതൊക്കെ മാസങ്ങളിൽ ലഭിച്ചു, ഇവയെല്ലാം തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മളുടെ സർക്കാരിൻ്റെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സേവന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ സാധിക്കും. ആധാർ നമ്പർ കയ്യിൽ വെച്ചാൽ മതി. ഈ ആധാർ നമ്പർ വെച്ച് നമുക്ക് പരിശോധിക്കാം നമ്മുടെ സ്റ്റാറ്റസ്. കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്ന നമ്മളുടെ വീട്ടിലെ അംഗത്തിൻ്റെ എല്ലാ വിവരങ്ങളും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭ്യമായതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഈ അറിയിപ്പുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.